പള്ളിയാണ്. അറേബ്യയിൽ നിന്നുമുള്ള ഒരു സംഘം ഇസ്ലാം പ്രചരിപ്പിക്കുന്നതിനും പള്ളി നിർമ്മാണത്തിനുമായി ഇന്ത്യയിൽ വന്നു. ഷറഫ് ബിൻ മാലിക് ബിൻ ദിനാർ, സഹോദരപുത്രൻ മാലിക് ബിൻ ഹബീബ് ബിൻ മാലിക് തുടങ്ങിയവരാണവർ. കാസർഗോഡ് എന്ന പ്രദേശത്ത് അവരെത്തുകയും ഹിജറ 22 റജബ് മാസം 13 തിങ്കളാഴ്ച അവിടെ ഒരു ജുമാ മസ്ജിദ് സ്ഥാപിക്കുകയും മാലിക് ബിനു അഹ്മദ് ബിനു മാലിക് എന്ന പേരായ തന്റെ മകനെ അവിടെ ഖാളിയായി നിർമ്മിക്കുകയും ചെയ്തു. പിന്നീട് ഹിജറ 1223 ഈ പ്രദേശവാസികളുടെ ചിലവിൽ പഴയ പള്ളി പുനർനിർമ്മിച്ചു. വാതിൽപ്പടിയിലെ അറബി ലിഖിതത്തിന്റെ ഉള്ളടക്കം ഇതാണ്. കേരളത്തിലെ മുസ്ലിം ചരിത്രത്തിലും ഈ രേഖാവിന്യാസത്തിനു വിലപ്പെട്ട സ്ഥാനമുണ്ട്. മാലിക് ബിൻ ദീനാറും സംഘവും പടുത്തുയർത്തിയ മസ്ജിദുകളിൽ ഇന്നും മികവുറ്റ രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നു എന്നതും കാസർഗോഡ് പള്ളിയുടെ സവിശേഷതയാണ്. പള്ളിയോട് ചേർന്നുള്ള മഖബറയിൽ പ്രാർത്ഥിക്കാനും 3 വർഷത്തിലൊരിക്കൽ ഇവിടെ നടത്തുന്ന ഉറൂസിൽ പങ്കുചേരാനും 100 കണക്കിന് വിശ്വാസികളാണ് മസ്ജിദിലേക്ക്